മലയാളികളെ സംബന്ധിച്ച് സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലോകമാണ്. സ്വർണ്ണാഭരണങ്ങളോടുള്ള ഒരു ഭ്രമം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ നമ്മൾ മലയാളികൾക്കായിരിക്കും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമുക്കുണ്ട്. നമ്മൾ മലയാളികൾ പല കാര്യങ്ങളിലും വളരെ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷേ വിവാഹത്തിന് ഒരു തരി സ്വർണ്ണമില്ലാതെ ഇപ്പോഴും ഭൂരിഭാഗം മലയാളികൾക്കും സങ്കല്പിക്കാൻ സാധിക്കില്ല. സ്വർണത്തിന് എപ്പോഴും കൃത്യമായ മൂല്യമുണ്ട്. നമ്മൾ ഇന്ന് 50,000 രൂപയ്ക്ക് വാങ്ങുന്ന സ്വർണം ചിലപ്പോൾ നാളെ അത് 70,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. നമസ്കാരം. മലയാളികളെ സംബന്ധിച്ച് സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലോകമാണ്. ഓരോ കാലഘട്ടത്തിലും സ്വർണത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലുമാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ സ്വർണത്തിന് കൃത്യമായ റോളുണ്ട്. ആഭരണം എന്നതിലുപരി സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കൂടിയാണ് മലയാളികൾ എന്നും സ്വർണത്തെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള വില വർധന ചെറിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും സ്വർണത്തിനോടുള്ള താല്പര്യം കുറയുന്നില്ല എന്നതാണ് വിപണിയിലെ കാഴ്ചകൾ നൽകുന്ന വിവരം. ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അമ്പിളി, ഞാൻ പറഞ്ഞ പോലെ സ്വർണത്തിന് എല്ലാ കാലത്തും കൃത്യമായ മൂല്യം ഉണ്ടായിരുന്നു. ഓരോ കാലത്തും ഓരോ വിലയാണെങ്കിലും മൂല്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ വില ഇപ്പോൾ 1 ലക്ഷമൊക്കെ കടന്ന് ഇങ്ങനെ കുതിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ആളുകൾക്ക് അതിനോടുള്ള ഒരു താല്പര്യം കുറയുന്നില്ല. നമ്മുടെ ഒരു വിവാഹ സങ്കല്പങ്ങളിലൊക്കെ സ്വർണം ഇപ്പോഴും എത്രയൊക്കെ പുതുതലമുറ മാറുകയാണ്, അവരുടെ ചിന്തകൾ മാറുകയാണ് എന്നൊക്കെ പറഞ്ഞാലും സ്വർണത്തിന് ഒരു സ്ഥാനമുണ്ട്. നേരത്തെ കുറച്ച് ഹെവി ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ അത് കുറച്ചുകൂടി പരിമിതപ്പെടുത്തി കുറച്ച് ലൈറ്റാക്കി എന്നതിനപ്പുറത്തേക്ക് വാങ്ങുന്ന അളവിൽ വലുതായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. എത്ര സാധാരണക്കാരനായാലും വിവാഹം വരുമ്പോൾ ഒരു 50-60% വരെ എങ്കിലും സ്വർണം, അത്രയും പണമെങ്കിലും 50-60% വരെ പണമെങ്കിലും സ്വർണത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയേണ്ടത്. ഒരു രാജ്യത്തെ മൊത്തം ഒരു കണക്കെടുത്താൽ പോലും ഇന്ത്യയിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതും ആളുകളുടെ കയ്യിൽ സ്വർണം ഉള്ളതും ഒക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നത് ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭ്രമം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കാണുന്നുണ്ടോ ആളുകൾ? ഇപ്പം അഖില പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ സ്വർണത്തെ നോക്കി കാണുമ്പോൾ സ്വർണം കയ്യിലുള്ള ആളുകൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഒരു മൂല്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പക്ഷേ ഈ സ്വർണത്തോടുള്ളൊരു ഭ്രമം അല്ലെങ്കിൽ ഈ സ്വർണ്ണാഭരണങ്ങളോടുള്ള ഒരു ഭ്രമം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ നമ്മൾ മലയാളികൾക്കായിരിക്കും. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടുകൾ പറയുന്നത് അതിനോടുള്ളൊരു പ്രിയം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ജ്വല്ലറികളിലെ തിരക്ക് എത്ര സ്വർണ്ണവില കൂടുമ്പോഴും ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തിരക്കാണ്. പക്ഷേ അവർ ആശങ്കകളൊക്കെ ഈ സ്വർണ്ണവില റെക്കോർഡ് വില വർധനയിലൊക്കെ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ സ്വർണം ഒരു പകിട്ട് മാത്രമല്ല, അതിനൊരു ഉറപ്പ് കൂടി ഉണ്ടല്ലോ, ഒരു കരുതൽ ധനം എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് കൂടിയുണ്ട്. അപ്പം എന്താണ് ഈ സ്വർണം കഴിഞ്ഞ 5 വർഷമായിട്ടാണ് സ്വർണ്ണവിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ ഒരു റെക്കോർഡ് വില വർധനവുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു പവൻ സ്വർണത്തിന് 15 രൂപയാണ് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു അനുഭവം എടുക്കുകയാണെങ്കിൽ ഒരു 2000-ലൊക്കെ സ്വർണത്തിൻ്റെ വില ഒരു 3000-4000 ഇടയിലാണ് നിന്നത്. പിന്നീടാണ് 2026 എത്തുമ്പോൾ 1 ലക്ഷത്തിന് മേലെ സ്വർണം. ഇപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അനുദിനം റെക്കോർഡ് വില വർധനമാണ്. ഒരു ദിവസം തന്നെ വില എത്ര രീതിയിൽ മാറി മരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ രാജ്യങ്ങൾ പോലും ഒരു കരുതൽ ധനം, അതായത് ഖജനാവിലേക്കുള്ള ഒരു സംഭരണം എന്ന രീതിയിൽ എന്താണ് സ്വർണം വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, ഈ രാജഭരണ കാലത്തൊക്കെ ഉണ്ട്. അത് പിന്നീട് നമ്മൾ ആളുകളൊക്കെ അത് പുലർത്തി പോരുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സ്വർണ്ണവില കൂടുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അഖില നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിവാഹമാണ്. അതായത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹങ്ങൾക്കും ഈ വിവാഹം പോലെ തന്നെയുള്ള മറ്റ് ചടങ്ങുകൾക്കും ഈ സ്വർണം ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. പക്ഷേ ഓരോ തവണ സ്വർണ്ണ വില വർധനവിലും, അതായത് സ്വർണം 50,000 പിന്നിട്ടപ്പോഴും 75,000 പിന്നിട്ടപ്പോഴും 1 ലക്ഷത്തിലേക്കൊക്കെ കടന്നപ്പോഴും ജ്വല്ലറികളിൽ നിന്നുള്ളൊരു പ്രതികരണം ഒരു ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു യുവതലമുറയ്ക്ക് സ്വർണത്തോട് അത്ര ഭ്രമമില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ നമ്മളൊരു നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ എവിടെ ചെന്ന് നോക്കിയാലും നമുക്ക് ഒരു ജ്വല്ലറി ഇല്ലാത്ത ഒരു സ്ഥലം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് മലയാളികൾക്ക് സ്വർണം ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം
നമ്മൾ വിവാഹം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയാളികൾ പല കാര്യങ്ങളിലും വളരെ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷേ വിവാഹത്തിന് ഒരു തരി സ്വർണ്ണമില്ലാതെ ഇപ്പോഴും ഭൂരിഭാഗം മലയാളികൾക്കും സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ പലർക്കും, അതായത് രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണവില ഉയരുമ്പോൾ അത് ഉപയോഗിക്കുന്ന അളവിൽ ഒരു പക്ഷേ കുറവുണ്ടായിരിക്കാം. പക്ഷേ ഈ അത്തരം ഒരു വിപ്ലവത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. സ്വർണ്ണമില്ലാതെ വിവാഹം കഴിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര വില വർദ്ധിച്ചാലും ഈ ജ്വല്ലറികളിലെ തിരക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു തരിയിലും വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിന് അത് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭൂരിപക്ഷം മലയാളികളും പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അമ്പിളി പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം ചെയ്യുന്നത് ചൈനയാണെങ്കിലും 420 ടണ്ണൊക്കെ ഖനനം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ ആ ഖനന നിരക്കിൽ ഒരു 11ാം സ്ഥാനത്തൊക്കെയാണ്. 1.4 ടണ്ണൊക്കെയാണ് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇറക്കുമതി നമുക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗത്തിലും വളരെ കൂടുതലാണ് എന്നുള്ളത് ഇന്ത്യയാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏറ്റവും അധികം സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ പെടുന്നത്. ഇപ്പോൾ ഈ ഇന്ത്യയുടെ ആസ്തി, സ്വർണത്തിൽ ഇന്ത്യയുടെ ആസ്തി എന്ന് പറയുന്നത് 250 ലക്ഷം കോടി കവിഞ്ഞു എന്നാണ് ഈ ഒരു വർഷം മുന്നേയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സ്വർണം വാങ്ങുന്നുണ്ട് എന്നുള്ളത്. അതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിവാഹം മാറ്റി നിർത്തിയാൽ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സ്വർണ്ണം, ഈ ശുഭകരമായ എല്ലാ ദിവസവും സ്വർണ്ണം വാങ്ങി. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് അങ്ങനെ അക്ഷയ തൃതീയക്ക് സ്വർണ്ണം വാങ്ങുക അത് അത്ര ഒരു പ്രാധാന്യമൊന്നും ആരും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ അതിനൊക്കെ വലിയ പ്രാധാന്യം. പക്ഷേ പരസ്യങ്ങളോ ജ്വല്ലറിക്കാരുടെ പരസ്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം എങ്കിൽ പോലും അക്ഷയ തൃതീയയിൽ സ്വർണ്ണം വാങ്ങിയാൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ ഓരോ ദിവസം അനുസരിച്ച് സ്വർണ്ണം വാങ്ങുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ ഈ നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഈ സ്വർണ്ണവില ഉയരുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സ്ത്രീധന പീഡനം, സ്ത്രീധന ചോദിച്ചുകൊണ്ടുള്ള കൊലപാതകങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണം ഇങ്ങനെ വില കൂടുന്ന അനുസരിച്ച് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ആണെങ്കിൽ പല കല്യാണങ്ങൾക്ക്, ഇപ്പോഴാണ് ഇങ്ങനെ സ്ത്രീധനം പറഞ്ഞ് കല്യാണം കഴിക്കുന്നതൊക്കെ കുറച്ച് കുറഞ്ഞത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 50 പവൻ അല്ലെങ്കിൽ 100 പവൻ്റെ സ്വർണം ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കും എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണം അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ സ്വർണം അങ്ങനെ പറയാനേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. സ്വർണത്തിൻ്റെ വില കൂടുന്ന അനുസരിച്ച് അങ്ങനെ കിട്ടുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ധനം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സാമ്പത്തികമായി വലിയ നേട്ടം പലർക്കും അത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ സാധാരണക്കാർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ സ്വർണം സൂക്ഷിക്കുക എന്നുള്ളത് സാധാരണ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ മോഷണമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഈ കാലത്ത്. പിന്നെ ഒപ്പം തന്നെ ബാങ്ക് ലോക്കറിലൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അതിന് പ്രത്യേകം നമ്മൾ പണമൊക്കെ നൽകേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. അതായത് സാമൂഹികമായി കൂടി അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ സാമ്പത്തികമായി അങ്ങനെ പറയുകയാണെങ്കിൽ വലിയ നേട്ടം അതുള്ളവർക്ക്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉള്ളവർക്കുണ്ട് എങ്കിൽ പോലും സാമൂഹികമായി കൂടി ഒരു പ്രശ്നമായി ഈ വിലവർധനയെ നമ്മൾ കാണണ്ടേ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ അഖില പറഞ്ഞ പോലെ തന്നെ നമുക്ക് പണ്ട് നമ്മൾ വിവാഹങ്ങളിൽ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു താലിമാലയിലും ഒരു മോതിരത്തിലും ഒതുക്കും. പിന്നീടാണ് സ്വർണം ഈ 100 പവൻ അങ്ങനെ കണക്ക് പറഞ്ഞ് സ്വർണം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്വർണത്തിന് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് സ്ത്രീധനത്തിൻ്റെ പേരിലായാലും പലതരത്തിലുള്ള വിഷയങ്ങളാകുന്നത്. അങ്ങനെ സർക്കാരിന് ഒരു നിയമം വരെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിവാഹങ്ങളിലും അതുപോലെ തന്നെ കരുതൽ ധനം എന്ന രീതിയിൽ അത് ഓക്കെയാണ്. പക്ഷേ ഈ ആഡംബര കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ സ്വർണത്തിനപ്പുറത്തേക്ക് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്വർണത്തിലെ കൊട്ടേഷൻ സംഘം, സ്വർണ്ണക്കടത്ത് ഏറ്റവും കൂടുതലുള്ള വർഷങ്ങളാണല്ലോ. എന്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംശയത്തിന് നിഴലിലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ കുറ്റമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വർണം വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള പോക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നും ആളുകൾക്ക് ഒരു തരി സ്വർണം കൊടുത്തില്ലെങ്കിൽ അത് സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ സ്വർണം ഒരാശങ്ക ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിലൊരു മാറ്റമാണ് വരേണ്ടത്. അതായത് സ്വർണം ഒരു നിക്ഷേപം എന്ന രീതിയിൽ ഓക്കെയാണ്,
പക്ഷേ ഇതിനെ ഒരു സാമൂഹികമായ രീതിയിൽ ഇതൊരു വലിയൊരു വിപത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് ശരിക്കും നമ്മൾ എത്തേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ 2026-ലായി. നമ്മൾ ഈ 2025-നേക്കാൾ ഒരു പക്ഷേ ഒരു 30,000 രൂപയോ അല്ലെങ്കിൽ 25,000-ന് മുകളിൽ ഇപ്പം സ്വർണ്ണവില കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. അത് ഓരോ ദിവസവും കൂടുകയാണ്. ചില ദിവസങ്ങളിൽ 8,000-ത്തിലൊക്കെ എത്തുന്നു, ചില ദിവസം 3,000 രൂപയായി കുറയുന്നു. അങ്ങനെയാണ് സ്വർണ്ണവില പോകുന്നത്. പിന്നെ ഏറ്റവും വലിയ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ നിക്ഷേപമായി കരുതുമ്പോൾ സ്വർണ്ണത്തിന് എപ്പോഴും കൃത്യമായ മൂല്യമുണ്ട്. നമ്മൾ ഇന്ന് 50,000 രൂപയ്ക്ക് വാങ്ങുന്ന സ്വർണ്ണം ചിലപ്പോൾ നാളെ അത് 70,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മൂല്യമുണ്ടല്ലോ സ്വർണത്തിന്. അതായത് അത് ഓരോ വർഷം കഴിയുന്തോറും അപാരമായ ഒരു മൂല്യമുള്ള ഒരു വസ്തു. അതായത് നമ്മളൊരു വസ്തു വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിയാൽ, വസ്തുവിന് ഇപ്പൊ പക്ഷെ കുറച്ചുകൂടി മാർക്കറ്റ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ഉപയോഗിക്കുന്ന ഒരു സാധനം, കാറോ അത്തരത്തിൽ ആഡംബര കാറാണെങ്കിൽ പോലും നമ്മളത് വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയതിന്റെ പകുതി വില പോലും ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ സ്വർണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇന്ന് 50,000 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരുപക്ഷെ പണിക്കൂലിയുടെ കാര്യത്തിലുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു പണിക്കൂലി കുറച്ച് കുറവായിട്ടുള്ള രാജ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതനുസരിച്ച് കുറച്ച് ഈ ആഡംബരം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനുള്ള കൊത്തുപണികളൊക്കെ കൂടുന്നതനുസരിച്ച് പണിക്കൂലിയിൽ മാറ്റം വരാം. ആ പണിക്കൂലി മാറ്റി നിർത്തിയാൽ സ്വർണത്തിന് കൃത്യമായ മൂല്യം, ഇന്ന് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്വർണം നാളെ ജ്വല്ലറി കൊടുത്താൽ ആ സ്വർണത്തിന്റെ വില എത്രയാണോ അതിൽ വളരെ നേരിയ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ വരുള്ളൂ. അതായത് നമുക്ക് ഒരിക്കലും സ്വർണം കയ്യിലുള്ള ആൾക്ക് നഷ്ടമുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് നഷ്ടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണത്തിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴത്തെ വെള്ളിയുടെ വില വർധനവ്. ചരിത്രപരമായ മുന്നേറ്റമാണ് വെള്ളിയിലും ഇപ്പൊ നടന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ വെള്ളിക്ക് അത്ര മാർക്കറ്റില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാം മാർക്കറ്റ് എന്നുള്ള തരത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ആളുകളുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്, ആഭരണങ്ങളുടെ രീതികൾ മാറിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ വെള്ളിയോട് സ്വർണത്തെക്കാൾ കുറച്ചുകൂടി ഒരു ഭ്രമമുണ്ട്. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ വില കുറവ് എന്നുള്ള സ്വർണത്തിനെ അപേക്ഷിച്ച് വെള്ളിക്ക് വില കുറവ് എന്നുള്ളത് ഒരു പ്രധാന കാര്യം. പിന്നെ ഒപ്പം തന്നെ ഇപ്പൊ വെള്ളിയിൽ പല തരത്തിലുള്ള ആഭരണങ്ങൾ, ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി. ഒപ്പം തന്നെ ഈ വർഷമാണ് വെള്ളിക്ക് ബാങ്കുകളിൽ പണയം വെക്കാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യം കൂടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏപ്രിലോട് കൂടിയൊക്കെ അത് സംഭവിക്കും എന്നാണ് RBI നിന്നൊക്കെ ലഭിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി മൂല്യം, അതായത് സ്വർണം എന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ വെള്ളിയെയും ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. വെള്ളിക്ക് മൂല്യം കൂടുന്നത് അതായത് സ്വർണത്തിന് എങ്ങനെയാണോ സാമൂഹികപരമായി ഉണ്ടാകുന്ന ആ മാറ്റം അല്ലെങ്കിൽ ആശങ്ക, അതൊരു പക്ഷെ വെള്ളിയിലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വർണ്ണാഭരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അഖില നേരത്തെ സൂചിപ്പിച്ച പോലെ പണ്ട് ഇത്ര പവൻ സ്വർണം എന്നുള്ളതിന് പകരം ഇത്ര രൂപയ്ക്കുള്ള സ്വർണം എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ഒരു ജ്വല്ലറിയിൽ നിന്നുള്ളൊരു പ്രതികരണം കേട്ടതാണ്. കാരണം ഈ പണിക്കൂലിയും GSTയും കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു നഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതുതലമുറയ്ക്ക് ഇതിനോടൊന്നും ഒരു ഇതില്ല എന്നാണ് പറയുന്നത്. അതൊരു ട്രെൻഡായി ശരിക്കും മാറേണ്ടതുണ്ട്. അതായത് ഈ ആഭരണങ്ങളോടൊരു ഭ്രമയില്ലാത്തത്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളി ആഭരണങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളോടൊക്കെയാണ് പുതുതലമുറയ്ക്ക് താല്പര്യം. അതൊരു ട്രെൻഡായി മാറുമോ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ വെള്ളിയും അതുപോലെ തന്നെ സ്വർണവും ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതായത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നിനുമില്ലാത്ത അപാരമായൊരു മൂല്യം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഒരു ആഡംബര വസ്തുവായി സ്വർണം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ അതിൽ മാറ്റമില്ല എന്നുള്ളതാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി സ്വർണം നൽകുന്ന ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിനൊരു മാറ്റം വന്നാൽ നന്നായിരിക്കും. സാമൂഹികമായി ഒരുപാട് മാറേണ്ടതുണ്ട്. അത് നമ്മൾ മനുഷ്യരുടെ മനസ്സുകളാണ് ശരിക്കും മാറേണ്ടത്. നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും, വിദ്യാഭ്യാസം ഉണ്ട് പറഞ്ഞാലും, വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നാലും ഒന്നും മാറാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നത് പോലെ ആണ് നമ്മുടെ ഇത്തരം ചിന്തകളും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് മാറേണ്ട കാലം അതിക്രമിച്ചു. അത് മാറിയാൽ മാത്രമേ ഈ വിലവർദ്ധനവ് യഥാർത്ഥത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അതൊക്കെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച്, ഒപ്പം മാറുന്ന മാർക്കറ്റ് താല്പര്യങ്ങൾ അനുസരിച്ചൊക്കെ വരും. പക്ഷേ എങ്കിൽ കൂടി ഉപയോഗം നമുക്ക് ഏത് തരത്തിൽ നിയന്ത്രിക്കാനാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ആളുകൾ ഇപ്പോൾ പറയുന്ന പോലെ നിക്ഷേപമായി എന്തായാലും സ്വർണത്തെ കാണേണ്ടതുണ്ട്. ചില മാറ്റങ്ങൾ, അതായത് സ്ത്രീധന പീഡനവും അങ്ങനെ സാമൂഹികമായ പ്രശ്നങ്ങളും മോഷണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഒക്കെ ഒഴിവാക്കാനുള്ള ഇടപെടലാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഇത് സൂക്ഷിക്കുന്നത് തരത്തിൽ എങ്ങനെ സൂക്ഷിക്കാം, ഒരു സാധാരണക്കാരന് എങ്ങനെ അവന്റെ കയ്യിലുള്ള സ്വർണം നഷ്ടം വരാതെ സൂക്ഷിക്കാം എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതുണ്ട്.
സാമൂഹികമായും സാമ്പത്തികമായും വലിയ പ്രതിസന്ധി ചിലപ്പോഴെങ്കിലും ഈ സ്വർണ്ണവില ഉയർത്തുന്നുണ്ട്. നിക്ഷേപമായി സ്വർണത്തെ കാണുന്നത് നല്ലതാണെങ്കിലും അതിനോടുള്ള ഭ്രമം കുറയ്ക്കുന്നത് നല്ലതാണ്. സ്ത്രീധന പീഡനവും കൊലപാതകവും ഒക്കെ നടക്കുന്ന ഈ നാട്ടിൽ അതിനൊരു കരുതൽ വേണ്ടത് അത്യാവശ്യമാണ്.